വിനോദ് സർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ഇന്ത്യ പാക് സീസ് ഫയർ. ഈ ഒരു സീസ് ഫയറിൽ ഇന്ത്യ യഥാർത്ഥത്തിൽ ചതിക്കപ്പെട്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. മാത്രമല്ല, ക്രൈസിസ് മാനേജ്മെന്റ്, ഡാമേജ് കൺട്രോൾ എക്സ്പെർട്ട് ഒക്കെ ആയിരുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. താങ്കളുടെ ഒരു വിശകലനത്തിൽ ഈ സീസ് ഫയറിലൂടെ ഇന്ത്യക്ക് എന്ത് സംഭവിച്ചു? നീതു, നമ്മൾ മലയാളത്തിലാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികളെയാണ് അഡ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് മലയാളിയുടെ ഒരു ബേസിക് സ്വഭാവം പറഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. നമ്മൾ ഈ പഹൽഗാം പ്രശ്നം ഏപ്രിൽ 22 നമ്മുടെ ആളുകൾ മരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ട എന്തായിരുന്നു? പിന്നെ പാകിസ്ഥാനെ കയറി അങ്ങ് അടിച്ച് നിരപ്പാക്കണം. ഇതായിരുന്നു മലയാളിയുടെ ആദ്യത്തെ ആവശ്യം. ഇത് ഇന്ത്യയിലെ മൊത്തത്തിലെ ജനങ്ങൾക്കും അങ്ങനെ തന്നെയായിരുന്നു. ഇനി യുദ്ധം തുടങ്ങിക്കഴിഞ്ഞ അല്ലെങ്കിൽ ആ പ്രശ്നം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ആളുകൾക്ക് ഇത്ര നേരത്തെ വേണമായിരുന്നു, ഇങ്ങനെ വേണമായിരുന്നു, ഇനി പാകിസ്ഥാൻ ന്യൂക്ലിയർ സ്റ്റേറ്റ് അല്ലേ, അത് വേണോ വേണ്ടയോ എന്നൊക്കെയായിരുന്നു സംശയം. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നമ്മളെ ബാധിക്കുമോ? ഉദാഹരണത്തിന് എന്റെ മക്കൾ തന്നെ എന്നോട് ചോദിക്കുന്നത്, എനിക്ക് 2 പെൺപിള്ളേരാണ്, അവർ വിളിച്ചു, ഇത് പ്രശ്നമാവുമോ? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങി. പലർക്കും ഭയം തുടങ്ങി. ഇങ്ങേ അറ്റത്താണ് കിടക്കുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇങ്ങേ അറ്റത്ത് കിടക്കുന്നതും പാകിസ്ഥാന്റെ മിസൈൽ വരുമെന്നാണ് വൈപ്പ്, മിസൈൽ റേഞ്ചിൽ. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും പണി കിട്ടാം. അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരു ഭയം തുടങ്ങി. ഇനിയിപ്പോ എന്ത് സംഭവിക്കുമെന്നായി അടുത്ത ചോദ്യം. ഇത് ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും? ഒരു ഫുൾ യുദ്ധം നമുക്ക് താങ്ങാൻ പറ്റുമെന്നായി അത്. ഇനി അവസാനം ഒരു സീസ് ഫയർ വന്നു കഴിഞ്ഞപ്പോഴത്തെ നമ്മുടെ ആളുകൾ അടുത്ത എന്താണ് പറഞ്ഞത്? ഇത് മതിയാ, ഇങ്ങനെയല്ലല്ലോ, അവനൊക്കെ അങ്ങ് നിരപ്പാക്കേണ്ടതല്ലായിരുന്നു. ഇതാണ് മലയാളിയുടെ ആവറേജ് ചിന്താഗതി. ഇത് പറയുന്നതിൽ ദുഃഖമുണ്ട്. പക്ഷെ ഇതിപ്പം മലയാളിയുടെ മാത്രം ഞാൻ പറയുന്നില്ല, എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ നമുക്കറിയാവുന്നത് മലയാളികളെ ആയതുകൊണ്ട് ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് സാധനം. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതിനെ വിലയിരുത്തേണ്ടത്. ആദ്യം ഞാൻ പറയുന്നത്, ഇന്ത്യയെ ചതിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇനിയെ ഭാവിയിലേ പറയാൻ പറ്റുള്ളൂ. അത് ജയിച്ചോ തോറ്റോ എന്ന തൽക്കാലം നമ്മൾ ഇതിനകത്ത് വിജയവും തോൽവിയും പോലും ആപേക്ഷികമാണ്. ലോകത്തെ എല്ലാ വിജയങ്ങളും എല്ലാ തോൽവികളും ആപേക്ഷികവും താൽക്കാലികവുമാണെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി. അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ എൻ്റെ ഒരു പഴയ പ്രൊഫഷണൽ ഒരു കോൺസെപ്റ്റിൽ ഞാനൊരു ക്രൈസിസ് മാനേജ്മെന്റ് എക്സ്പേർട്ട് ആയിരുന്നു. 2, ഈ ഡാമേജ് കൺട്രോൾ എക്സസൈസ്. ഒരാൾക്ക് ഒരു പ്രശ്നം നേരിട്ടാൽ അതിനെ എങ്ങനെ ഫർദർ മോശമാകാതെ തടയിടാം, നമ്മളത് കംപ്ലീറ്റ് ചളവളമാകുന്നതിന് മുമ്പേ എങ്ങനെ തടയാം, ഇത് 2 വരുന്ന എൻ്റെ എക്സ്പെർട്ടൈസ്. മാത്രമല്ല, ഞാൻ പലപ്പോഴും ഒരു യുദ്ധങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ തരുന്നത്. അതുകൊണ്ട് എനിക്കൊരു ഓർമ്മ വെച്ച കാലം തുടങ്ങി, എനിക്ക് ഇതിനകത്ത് താല്പര്യം വന്നപ്പോൾ തുടങ്ങി ലോകത്ത് നടന്നിട്ടുള്ള പല യുദ്ധങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് എനിക്ക് അതിനകത്ത് ഞാൻ ഇതിന്റെ ഒരു എക്സ്പേർട്ട് ഒന്നും അല്ലെങ്കിൽ പോലും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 2, ഈ നമ്മുടെ ഇപ്രാവശ്യം നടന്ന സമയം, എന്റെ ജീവിതം പഴയ 71 യുദ്ധം എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു എന്റെ വളരെ ചെറുപ്പത്തിലാണ്. എനിക്ക് അതിനെപ്പറ്റി യാതൊരു ധാരണയില്ല. അവസാനം ഈ ജയിച്ചതിന് വേണ്ടി ലോറിയിൽ വിളിച്ചോണ്ട് പോകുന്നത് മാത്രമാണ് ഞാൻ സ്കൂൾ വിട്ടു വരുമ്പോൾ എന്റെ ഓർമ്മ. പക്ഷെ ഇപ്രാവശ്യം ആദ്യത്തെ ദിവസം, അതായത് നമ്മുടെ അറ്റാക്ക് തുടങ്ങിയ ആദ്യത്തെ ദിവസം ഞാൻ 2 മണിക്കൂറാണ് ഉറങ്ങി. അടുത്ത ദിവസം ഒരു 3-4 മണിക്കൂർ ഉറങ്ങി. അതിന്റെ അടുത്ത ദിവസം ഒരു 5 മണിക്കൂർ ഉറങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 10-ാം തീയതി രാത്രി സുഖമായിട്ട് ഉറങ്ങി. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ എന്തായിരുന്നു നമ്മുടെ ഒറിജിനൽ ഉദ്ദേശം? അതായത് നമ്മുടെ ആളുകളെ 22-ാം തീയതി ഏപ്രിൽ മതം നോക്കി വെടിവെച്ച് കൊന്നപ്പോൾ നമുക്ക് ഒരു മോറൽ ആൻഡ് ലീഗൽ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് തിരിച്ചടിക്കാൻ. മോറൽ, അതായത് ധാർമ്മികമായിട്ടുള്ളതും നിയമപരവുമായിട്ടുള്ള നമുക്കൊരു അവകാശമുണ്ട്, നമുക്ക് തിരിച്ചടിക്കാം. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഉദ്ദേശം. അതിനുള്ള മറുപടി കൊടുത്തത് നമ്മൾ ആ പ്രിസിഷൻ സൈക്കിൾ, അതായത് അവരുടെ 9 പാകിസ്ഥാനകത്തെയും പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ബഹവൽപൂർ, മുരുഡ്ഗെ, മുസാഫറാബാദ്, ബാക്കി 6 സ്ഥലങ്ങളും കൂടെ അടിച്ചു തകർത്തതാണ് നമ്മുടെ. അതായത് ടെററിസ്റ്റ് ക്യാമ്പുകൾ, ഒന്നുകിൽ അവർ ടെററിസ്റ്റിന്റെ നേതാക്കളെ വസിപ്പിച്ചിരുന്ന സ്ഥലം, അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുത്തിരുന്ന സ്ഥലം, അല്ലെങ്കിൽ അത് അവിടെ നിന്നാണ് ആ ഓപ്പറേഷൻസ് നടത്തിയിരുന്നത്. മാത്രമല്ല, ഈ പഹൽഗാം അറ്റാക്കിൽ മാത്രമല്ല, മുമ്പ് ഇന്ത്യക്ക് ആക്രമണം നടത്തിയ സ്ഥലങ്ങൾ പോലും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമ്മുടെ അവസാനം നമ്മുടെ സർക്കാർ പറയുന്ന കണക്കുകൾ മാത്രം നമ്മൾ നോക്കിയാൽ. കാരണം അവരങ്ങനെ കള്ളം പറയേണ്ട കാര്യമില്ല. 100 ടെററിസ്റ്റുകളെങ്കിലും ന്യൂട്രലൈസ് ചെയ്തെന്നാണ്. അതിനകത്ത് ജയ്ഷ് മുഹമ്മദിന്റെ നേതാവായ അബ്ദുൾ റഫൂൾ അഫ്സർ വേറെ ഏകദേശം 6ഓളം നേതാക്കന്മാരെ തകർത്തു എന്നാണ് പറഞ്ഞത്.
വളരെ ശക്തമായ സ്കാൽപ്പ് മിസൈൽസും ഹാമർ ബോംബും ഉപയോഗിച്ച് അടിച്ച് തകർക്കുകയാണ് ചെയ്തത്. അപ്പോഴും ചെയ്തത് നമ്മൾ സാധാരണക്കാരെ ഒന്നും ചെയ്തില്ല. അതിന് ചുറ്റിനുമുള്ള കെട്ടിടങ്ങളിലുള്ളവരെ പോലും ചെറിയ കെട്ടിടത്തിനൊക്കെ ചെറിയ കേടുപാടൊക്കെ ബോംബ് പൊട്ടിയപ്പോൾ ഉണ്ടായിരിക്കുമെങ്കിലും ആളപായം ഒന്നും ഉള്ളതായിട്ട് റിപ്പോർട്ടുകളില്ല. രണ്ട്, തൊട്ടടുത്തുള്ള അവരുടെ മിലിറ്ററി ഇൻസ്റ്റലേഷന് പോലും മിലിറ്ററി സംവിധാനങ്ങളെ പോലും തൊട്ടില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കണം, വെറും 23-24 മിനിറ്റിൽ 9 സ്ഥലങ്ങൾ അടിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ സംഭവമാണ്. നമ്മൾ ഇതിനു മുമ്പ് അതിനെപ്പറ്റി ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. അത് ലോകത്തിലെ ആദ്യത്തെ സംഭവമാണ്. ഇത്രയും ലാർജ് സ്കെയിലിൽ, ഇത്രയും ഷോർട്ട് ടൈമിൽ, ഇത്രയും വൈഡ് സ്പ്രെഡ് ആയിട്ട് അടിക്കുക. അപ്പൊ അത് ഇന്ത്യയുടെ ഒരു വലിയ വിജയമാണ്. നമ്മൾ ഒറിജിനലി ഉദ്ദേശിച്ച കാര്യം അതോടുകൂടി നടന്നു എന്നുള്ളതാണ്. അതായിരുന്നു നമ്മുടെ ഒറിജിനൽ ഉദ്ദേശം. അത്രമേ നമ്മൾ ചെയ്തു. പാകിസ്ഥാൻ തിരിച്ചൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ തിരിച്ചൊന്നും ചെയ്യാനും പിന്നെ ഫർദറായിട്ട് തൽക്കാലം ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. ഇവന്റെയൊക്കെ പുറകെ പോയി ഇതിന്റെയൊക്കെ നേതാക്കന്മാരെ ഇതിന് പറഞ്ഞയച്ചവരെ അജ്ഞാതന്മാര് തട്ടുമായിരിക്കും എന്നുള്ളത് മറ്റൊരു കാര്യം. അത് ചെയ്യണമല്ലോ. പക്ഷെ ഈ ഒരു മിലിറ്ററി ആക്ഷൻ അതോടുകൂടി ഡൈനാമിക് ആക്ഷൻ എന്നാണ് പറയുക. ആ ഡൈനാമിക് ആക്ഷൻ അതോടുകൂടി തീർന്നേനെ. പക്ഷേ എന്ത് പറ്റിയെന്ന് അൺഫോർച്ചുനേറ്റ്ലി പാകിസ്ഥാൻ അത് മനസ്സിലായില്ല. അപ്പൊ പാകിസ്ഥാൻ എന്ത് ചെയ്തു? ഒരു ഓപ്പറേഷൻ ബുനിയാൻ അൽ മഹ്റൂസ് എന്ന് പറഞ്ഞ ഒരു പേര്, അതൊരു ഖുറാനിൽ നിന്നെടുത്ത ഒരു വാചകമാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് അയൺ വാൾ എന്ന് പറഞ്ഞ പേരിട്ട്, അതിന് സമാനമായിട്ടുള്ള ഒരു പേരാണ്. അങ്ങനെ ഒരു പേരിട്ട് അവരടിച്ചു. അവർ തിരിച്ചടിച്ചു എന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതാണ് നല്ലത്. കുറഞ്ഞ പക്ഷം ഒരു JF-17 എങ്കിലും വെടിവെച്ചിട്ടുണ്ട്. ഇതിന്റെ കണക്കുകൾ ആരും പുറത്ത് പറയുന്നില്ല. ഇന്ത്യ പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരു JF-17 വിമാനമെങ്കിലും വെടിവെച്ചിട്ടു എന്നാണ് പറയപ്പെടുന്നത്. അത് പോട്ടെ. മാത്രമല്ല, അവര് പറഞ്ഞു നമ്മുടെ ഇന്ത്യൻ 5 ജെറ്റുകളെ വെടിവെച്ചിട്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ഇൻഡിപെൻഡന്റ് വെരിഫിക്കേഷൻ, അത് കംപ്ലീറ്റ് അബദ്ധമാണെന്ന് പറഞ്ഞു. നമ്മുടെ ടെക്നിക്കൽ സുപ്പീരിയോറിറ്റി വെച്ചിട്ട് വലിയ തകർപ്പാണ് അന്ന് തകർത്തത്. സ്കാൽപ്പ് മിസൈൽ ആയാലും ശരി, ഹാമർ ബോംബുകളായാലും ശരി, അവിടെ തവിട് പൊടിയായി. മാത്രമല്ല, ചൈനക്കാര് കൊടുത്ത അവരുടെ HQ-9, LY-80 എന്ന് പറയുന്ന സംവിധാനങ്ങളൊക്കെ നിഷ്പ്രഭമായി പോയി. ഒരെണ്ണത്തിനെ പോലും തൊടാൻ അവർക്ക് പറ്റിയില്ല. അപ്പോ നമ്മൾ ഇന്നത്തെ 2 എപ്പിസോഡ് ചെയ്യുന്നതിനകത്ത് ആദ്യത്തിനകത്ത് ഇന്ത്യ ജയിച്ചോ തോറ്റോ എന്നാണ്. രണ്ടാമത്തത് എങ്ങനെ ജയിച്ചു എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. അപ്പൊ ആളുകളുടെ അറിവിലേക്കാണ് പറയുന്നത്. ഇത് നമ്മുടെ ഒരു വലിയ ഡിപ്ലോമാറ്റിക് വിന്നും ഒരു അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സപ്പോർട്ടും കിട്ടി എന്നുള്ളതാണ്. അമേരിക്ക ആയിക്കോട്ടെ, UK ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ നമ്മളെ സപ്പോർട്ട് ചെയ്തു. ചൈന ഒന്നും മിണ്ടിയില്ല. ഇവരുടെ ഏറ്റവും വലിയ ആളാണെങ്കിൽ പോലും അവരുടെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി പറയുന്നൊക്കെ ഒരു ഭംഗി വാക്ക് പറഞ്ഞതല്ലാതെ ചൈന പോലും നമ്മളോട് മറുത്തൊരു വാക്ക് നമ്മളോട് പറഞ്ഞില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. മാത്രമല്ല, നമ്മൾ ടെററിസ്റ്റുകളെ ഫോക്കസ് ചെയ്ത ആ റെസ്പോൺസ്, ഞാൻ ഇതൊക്കെ ഇനിഷ്യലി ഉള്ള റെസ്പോൺസിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അതിനുശേഷം നടന്നത് പിന്നത്തെ കാര്യമാണ്. പിന്നെ മാത്രമല്ല, നമ്മളൊരു മോറൽ ഹൈ ഗ്രൗണ്ട് എന്ന് പറയും. അതായത് നമ്മൾ ധാർമ്മികമായി ഉയർന്ന തലത്തിൽ നിന്നാണ് അത് ചെയ്തത്. നമ്മൾ ആവശ്യമില്ലാത്ത ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ നിഷ്കളങ്കരായ 26-27 പേരോട് ചെയ്ത ആ പ്രവൃത്തിക്കെതിരായിട്ട് നമ്മൾ തിരിച്ചടിച്ചു എന്നുള്ളതല്ലാതെ അതിന്റെ അപ്പുറത്തോട്ട് നമ്മളൊരു സിവിലിയനോ അല്ലെങ്കിൽ ഒരു സാധാരണ ജനങ്ങളെയോ ഒരു റിലീജിയസ് സ്ഥാപനങ്ങളെ, അതായത് മതസ്ഥാപനങ്ങളെയോ അവർ തിരിച്ചടിച്ചത് മതസ്ഥാപനങ്ങൾ നോക്കി അടിച്ചു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്യുണ്ടായി. അതായത് നമ്മുടെ അമ്പലം, ക്രിസ്ത്യൻ പള്ളികളെ, സിഖ് ഗുരുദ്വാരകളൊക്കെ വെച്ച് അവര് ആക്രമണം നടത്തി. ഫലവത്തായില്ലെന്ന് മാത്രം. ആ ക്രിസ്ത്യൻ സ്ഥാപനത്തിന് 1-2 കേടുപറ്റി. പൂഞ്ചിലെ ഗുരുദ്വാരയില് ഒരു പ്രശ്നം നടന്നു. അതൊക്കെ വളരെ നമ്മുടെ ഒരു 10-25 പേര് മരിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ മൊത്തത്തിൽ നമ്മുടെ വൻ വിജയം, അതായത് ഇന്ത്യ ഉദ്ദേശിച്ചതെല്ലാം നടന്നു. ഇനി തിരിച്ചടിച്ചപ്പോഴോ അവരെ അടിച്ച് നിലംപരിശാക്കി എന്നുള്ളതാണ് വാസ്തവം. അവരുടെ എയർഫോഴ്സ് ബേസുകള്, അവരുടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആയുധ പുരകള്, ഇവയെല്ലാം തകർത്ത് തരിപ്പണമാക്കി. അതായത് മുഴുവനില്ല, എന്നാലും ഒരു ദിവസം കൂടെ അവർ കഴിഞ്ഞിരുന്നുവെങ്കിൽ, ഞാനത് അടുത്ത എപ്പിസോഡിൽ പറയുമ്പോൾ ഒരുപക്ഷെ ആളുകൾക്ക് മനസ്സിലാവും എവിടം വരെ ഏത് എക്സ്റ്റെന്റിലാണ് അത് ചെയ്തതെന്നുള്ളത്. ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ഇത് നമ്മളെ മാത്രമല്ല, ലോകത്ത് ആകമാനമുള്ള ആളുകളെ ഞെട്ടിച്ചു എന്നുള്ളതാണ്. അത് അമേരിക്ക ഉൾപ്പെടെ ആരും വെളി പറയത്തില്ലായിരിക്കും. പക്ഷെ ഇനി അവർ ഇന്ത്യയെ കാണുന്നത് മറ്റൊരു തലത്തിലാണ്. ഇതാണ് അതിന്റെ ആദ്യത്തെ പരിപാടി. അതായത് നമ്മൾ ഇതിനെപ്പറ്റി പറയാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഞാൻ ഈ പറഞ്ഞില്ലേ, നമ്മൾ ഇന്ത്യ
ഈ പറച്ചില് മാത്രമേ ഉള്ളൂ. ഒരു അല്ല, ഇന്ത്യ വീക്കർ നേഷൻ ആണെന്ന് നമ്മുടെ ആളുകൾക്ക് പോലും നമ്മളൊരു സ്ട്രോങ് നേഷൻ ആണെന്ന് മനസ്സിലായത് ഇപ്പോഴാണെന്നുള്ളതാണ് എന്റെ ആദ്യത്തെ കാര്യം. അതായത് ഇന്ത്യക്ക് ഇത്രയും കപ്പാസിറ്റി പാകിസ്ഥാനോട് എതിർക്കാൻ ഒരു കപ്പാസിറ്റി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. നമ്മൾ വിദേശ മാധ്യമങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അവർ പറഞ്ഞ 2 ന്യൂക്ലിയർ സ്റ്റേറ്റുകൾ തമ്മിൽ പ്രശ്നം, ഇത് വലിയ പ്രശ്നം. ഇങ്ങനെയൊന്നും ഒരു യുദ്ധം ഒരിടത്തും നടന്നിട്ടില്ല. 2 ന്യൂക്ലിയർ സ്റ്റേറ്റുകൾ തമ്മിലൊന്നും ഒരു യുദ്ധം ഇതിന് മുമ്പ് നടന്നിട്ടില്ല. അതാണ് അതിന്റെ വാസ്തവം. പിന്നെ അതായത് താരതമ്യേന വീക്കർ നേഷനെ അമേരിക്ക ആയാലും ശരി, ഇസ്രായേൽ ആയാലും ശരി, റഷ്യ ആയാലും പോയി അടിച്ചു നിരപ്പാക്കിയിട്ടുണ്ടെന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ ഒരു 2 ന്യൂക്ലിയർ സ്റ്റേറ്റ്, അതും തൊട്ടടുത്ത് കിടക്കുന്ന 2 ന്യൂക്ലിയർ സ്റ്റേറ്റും മാത്രമല്ല ലോകത്തിലെ 4ാമത്തെ സൈനിക ശക്തിയും 11ാമത്തെയോ 12ാമത്തെയോ ചെറിയ തർക്കമുണ്ട്, 11ാമത്തെയോ 12ാമത്തെയോ സൈനിക ശക്തിയായ പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ, അല്ലെങ്കിൽ യുദ്ധ സമാനമായ ഒരു സിറ്റുവേഷൻ നടക്കുമ്പോൾ ആളുകൾ ഭയന്നു എന്നുള്ളത് വലിയ സംഭവമാണ്. ആ ഭയന്നു എന്നുള്ള സംഭവത്തിന്റെ ഭാഗമായി നമുക്ക് നമ്മളോട് ഒരു നീതികേട് കാണിച്ചാൽ, നെറുകേട് കാണിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാന് മാത്രമല്ല അവിടുത്തെ ടെററിസ്റ്റ് തലവന്മാർക്ക് മാത്രമല്ല ലോകത്തിന് മൊത്തം ബോധ്യമായി. എവിടെ പോയി, പാകിസ്ഥാനാണല്ലോ ലോകത്തിലെ എല്ലാ തീവ്രവാദികളെയും സംരക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം. അത് അമേരിക്കയ്ക്കും അറിയാം, ഇംഗ്ലണ്ടിനും അറിയാം, ഫ്രാൻസിനും അറിയാം, ലോക രാഷ്ട്രങ്ങൾക്കെല്ലാം അറിയാം. അവൻ എവിടെ പോയി, അവർ വിചാരിച്ചിരുന്നത് POK'ക്കകത്ത് ചിലപ്പോൾ കയറി അടിക്കും. പക്ഷെ അതിന്റെ അപ്പുറത്തോട്ട് ഒരു ന്യൂക്ലിയർ സ്റ്റേറ്റ് ആയ പാകിസ്ഥാന്റെ ഉള്ളിൽ കയറി അടിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും അവർ വിചാരിച്ചില്ല. അത് ഏത് തരത്തിലാണ് അടിച്ചത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാമെങ്കിൽ പോലും അടിച്ച് പരത്തി. ഇത് ഇനി എവിടെ ചെന്ന് ഒളിച്ചിരുന്നാലും അവനെ മിസൈൽ കൊണ്ട് നേരിടും, അജ്ഞാതനെ വിട്ടും നേരിടും എന്നുള്ളത് അവർക്ക് കൃത്യമായി ബോധ്യമായി. അടുത്ത ഒരു വിജയം, ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ബലൂചിസ്ഥാനിലും സിന്ധിലും വലിയ പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ കാലക്രമത്തിൽ 4ഓ 5ഓ ആയി മാറിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതൊരു പക്ഷേ ഇന്ത്യക്ക് ഏറ്റവും വലിയ ഭാവിയിൽ ഗുണകരമായി വരുമെന്നുള്ളതാണ്. അടുത്ത വിജയം എന്ന് പറയുന്നത്, നമ്മൾ അവരോട് ശരിക്കും പറഞ്ഞാല് സീസ് ഫയർ വേണമെന്നോ നിർത്തണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ന്യൂക്ലിയർ രാജ്യമാണെന്ന് വിരട്ടിയിട്ട് പോലും നമ്മൾ കയറി അടിച്ചു എന്നുള്ളതാണ് വാസ്തവം. അടിച്ചതിന്റെ മാരകമായി അടിച്ചു എന്നുള്ളതാണ് വാസ്തവം. അപ്പോ ഡീഎസ്കലേഷൻ വന്നത് ഇന്ത്യയുടെ ടേംസിലാണ്. അതായത് നമ്മൾ പറയുന്ന അനുസരിച്ച് അമേരിക്ക മധ്യസ്ഥതയ്ക്ക് വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് വാസ്തവമാണ്. അതിന് കാരണം വേറെയാണ്. പക്ഷെ ചൈന പോലും ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി എന്നായിപ്പോയി. കാരണം ചൈനയുടെ പാട്ട സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യാതായതിന്റെ ഏറ്റവും വലിയ ദുഃഖം അവർക്ക് ഉണ്ടെന്നുണ്ടാകും. അപ്പോ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ അമേരിക്കയുടെ അവിടെ പോയി യാചിച്ചിട്ട് ആണ് അമേരിക്ക ഇന്ത്യയോട് ഇതൊന്ന് സെറ്റിൽ ആക്കണമെന്ന് പറയുകയും അവസാനം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് സെറ്റിൽ ആയിരിക്കുന്നത്. അല്ലാതെ അമേരിക്കയ്ക്ക് അതിനകത്തില്ല. ഇതാണ് അതിന്റെ അവസ്ഥ. അവിടെ ചെന്ന് കരയുകയും ഈ അമേരിക്ക വിളിച്ച് ഇന്ത്യയോട് ഇതൊന്ന് സെറ്റിൽ ആക്കണമെന്ന് അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് പറഞ്ഞപ്പം ശരി എന്ന് പറയും. നമ്മുടെ ടേംസിലാണെങ്കിൽ സെറ്റിൽ ആക്കാമെന്ന് പറഞ്ഞു. ഈ നമ്മൾ ഒരു ധാരണ, ഒഫീഷ്യലായിട്ട് വാർ ഡിക്ലെയർ ചെയ്യാത്തടത്തോളം കാലം അവര് കീഴടങ്ങേണ്ട കാര്യമില്ല. നമ്മുടെ ടേംസ് അനുസരിച്ചെന്ന് പറഞ്ഞാൽ മാത്രം മതി. അപ്പോഴും നമ്മുടെ ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ ഒരു കാര്യവും ഇതുവരെ പിൻവലിച്ചിട്ടില്ല. അത് ചിലപ്പോൾ ഒരുപക്ഷെ ഇന്ത്യക്ക് തോന്നിയാൽ പിന്നെ ചെയ്യുമായിരുന്നു. അത് അതിന്റെ കടിഞ്ഞാണ് ഇപ്പോഴും നമ്മുടെ കയ്യിലാണ്. അവരുടെ ഒരു കോറിഡോർ ഉണ്ട്. ആ കോറിഡോർ ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. അവരെ പുറത്താക്കിയവരെ ഒന്നും തിരിച്ചകത്ത് വരാൻ പറഞ്ഞിട്ടില്ല. അതായത് ഇന്ത്യയുടെ എല്ലാ നമ്മുടെ ഒറിജിനൽ നയങ്ങൾക്കും ഒരു വ്യത്യാസം വന്നിട്ടില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവർ ആദ്യം എന്താ പറഞ്ഞ, ജലം കൊടുത്തില്ലെങ്കിൽ യുദ്ധം നടക്കും, യുദ്ധ പ്രഖ്യാപനമാണ്, അണുവായുധം പ്രയോഗിക്കും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇനി കുറച്ച് നാളത്തേക്ക് ഇവർ തലപൊക്കാൻ, അതായത് കാര്യമായി തലപൊക്കാനുള്ള സാധ്യതയില്ല. തല പൊക്കിയാൽ അടി കിട്ടും, തലയ്ക്ക് അടി കിട്ടും, തല മുറിക്കും എന്നുള്ളത് വ്യക്തമായതുകൊണ്ട് ഞാനിത് ഇന്ത്യയുടെ പൂർണ്ണ വിജയമെന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് ഇതിനെ വിലയിരുത്തുന്നത്. യെസ്, തീർച്ചയായും. എന്തായാലും രാജ്യസ്നേഹമുള്ള, രാജ്യബോധ്യമുള്ള ഓരോ മനുഷ്യരും അങ്ങനെയാണ് കരുതുന്നത്. ഇന്ത്യയുടെ സമ്പൂർണ്ണ വിജയമാണ് പാകിസ്ഥാന് മേൽ ഈ സീസ് ഫയറിലൂടെ ഉണ്ടായിരിക്കുന്നത്. വ്യക്തമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഇന്റഗ്രേഷൻ, ഇന്ത്യക്കകത്തുള്ള ജനങ്ങളുടെ ഒരു വലിയ ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ഏകീകരണവും ധ്രുവീകരണവും ഒരുമിച്ച്, ധ്രുവീകരണം ഞാൻ ഒറ്റയ്ക്കായിട്ട് ഒരു ഒത്തൊരുമ
കൂടി ഇതിനകത്തുണ്ടായിട്ടുണ്ട്. അത് ഇന്ത്യക്ക് ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. ഇന്ത്യക്കകത്തുള്ള ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന അപകടകാരികൾക്ക് കൂടി ഒരു വാണിംഗ് ആണ്. അതും ഇന്ത്യയുടെ വിജയം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.